യഥാർത്ഥത്തിൽ ഞാനിപ്പോൾ ഒരു സന്തോഷനാണ്. കാരണം എനിക്ക് 3 ആൺമക്കളുണ്ട്. 3 പേരും കല്യാണം കഴിഞ്ഞു. അവർ 3 പേർക്കും വീടുകൾ വെച്ചുകൊടുത്ത് തന്നെ അവർ താമസിക്കുന്നുണ്ട്. കാരണം എനിക്ക് ചെറുതിലൊരു ആഗ്രഹമായിരുന്നു, മിക്കവാറും ഭവനങ്ങളിൽ കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയും മടിയും മൂലങ്ങളായിരിക്കും. അപ്പം ഓരോരുത്തരുടെ സാഹചര്യങ്ങൾ അങ്ങനെയായിരിക്കും. മിക്കവാറും ഭവനങ്ങളിൽ ഒരു വീട്ടിൽ 2-3 അടുക്കളയുള്ള വീടുകൾ എനിക്കറിയാം. അതൊരിക്കലും പാടില്ല. അതുകൊണ്ട് ഞാൻ ബുദ്ധിപൂർവ്വം ആരംഭത്തിൽ തന്നെ ഓരോ വീട് വെച്ചതിന് ശേഷം ഓരോരുത്തരുടെ കല്യാണം റെഡിയാക്കി കൊടുത്തു. പക്ഷെ ഭാഗ്യത്തിന് എനിക്ക് അവർക്ക് 3 വീട്ടുകാർ കല്യാണം ഞങ്ങൾ പോയ 3 അളിയന്മാർ നല്ല മിടുക്കന്മാരാണ്. അവരുടെ ഫാമിലിയും നമ്മുടെ പോലെ നല്ല രീതിയിൽ സഹകരിക്കുന്നവരും ഇടവകയായിട്ട് നല്ല രീതിയിൽ പോകുന്ന ആൾക്കാരുമാണ്. ഈ 3 പെൺമക്കൾ എൻ്റെ മക്കളായിട്ടുള്ള സത്യം പറഞ്ഞാൽ കണക്കാക്കിയിട്ടുള്ളത്. പക്ഷെ എന്തെങ്കിലും നിസ്സാര ഒരു സംഭവം ഉണ്ടെങ്കിൽ ഞാൻ പിള്ളേരും തുറന്നു പറഞ്ഞിട്ട് അങ്ങോട്ടും ചിട്ട പക്ഷേ ചെറിയ കണക്കുകളുണ്ടാകും. എന്നാൽ 2 ദിവസം കഴിയുമ്പോഴും ഞങ്ങൾ വലിയ കാര്യങ്ങളാണ്. പക്ഷേ എൻ്റെ ഭാര്യയാണെങ്കിൽ ഇച്ചു പോകുന്ന ഒരു മരുമക്കളെ നീങ്ങിയിരിക്കാൻ പറഞ്ഞിട്ടില്ല. അത്ര വലിയ കാര്യമാണ്. എന്തുണ്ടെങ്കിലും നമ്മുടെ വീട്ടിലൊന്ന് അവർക്ക് കോരി കഴിക്കേണ്ട സന്ദർഭം സാഹചര്യമുണ്ട്. കഴിക്കാതെ പോയാൽ ഞങ്ങൾക്ക് പ്രയാസമുള്ളൂ. അതിലെ കുഞ്ഞുമക്കൾ ഒഴിവുള്ള സമയങ്ങളെല്ലാം കൂടുതൽ ഞങ്ങളുടെ ഭവനത്തിലാണ്. അവരുടെ വീട്ടിലെ കാലം കൂടുതൽ സ്വാതന്ത്ര്യം ഞങ്ങളുടെ വീട്ടിലാണ് വാർത്ത പറഞ്ഞത്. പിന്നെ അത് പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വരെയാണ്. നഴ്സറി പഠിക്കുമ്പോൾ 6 കുഞ്ഞുമക്കൾ ഞങ്ങളുടെ വീട്ടിലായിരുന്നു. അപ്പോൾ ഞാൻ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ മലക്കറിയും പിന്നെ എന്തെങ്കിലും ഒരു കഴിക്കാൻ മുട്ടായി പഴവർഗ്ഗങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് വരും. ഇതിനിടയ്ക്ക് ഒരു പാക്കറ്റ് ക്ലോസപ്പ് ഉണ്ടായിരുന്നു. ക്ലോസപ്പ് നല്ല ചുവപ്പാണ്, എല്ലാവർക്കും അറിയാമല്ലോ. റോവി ഇരുന്ന് ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് മീൻ വാങ്ങാൻ വേണ്ടി ഞാൻ വാഴ്ചയിൽ പോയിട്ട് ഇഞ്ചി വന്നപ്പോൾ ഉണ്ട് മുട്ടായിയൊക്കെ കുറച്ച് തന്നിരിക്കുന്നത്. ഈ ക്ലോസപ്പ് പൊതിഞ്ഞ് വെച്ച പൊതിയ ഒന്നും കാണാനില്ല. ക്ലോസപ്പിൻ്റെ പകുതിയേ ഉള്ളൂ. അപ്പോൾ നോക്കിപ്പോണ്ട് ഇത് നല്ല ചുമചുമായിരിക്കണം, ഐസ്ക്രീം പോലെയല്ലേ. ഇവർ വലിച്ചങ്ങ് കഴിച്ച്. അപ്പോൾ ഞാൻ വന്ന് നോക്കിയപ്പോൾ എനിക്കൊരു ഭയങ്കര പേടി വെപ്പുള്ള എല്ലാ തലയിറങ്ങി വഴിയാണെങ്കിൽ ഞാൻ എന്നെ ഏൽപ്പിച്ചിട്ട് പോയപ്പോൾ വീട്ടുകാർക്ക് എന്തു പറയും. ഞാൻ എല്ലാ രീതിയിൽ ഒത്തിരി വഴക്കെല്ലാം പറഞ്ഞു മക്കളെ നിങ്ങളിപ്പോൾ തലയിറങ്ങി വരും, എന്തൊക്കെ സംഭവിക്കും, ഇത് കഴിക്കാൻ പാടില്ല, വിഷമാണ്, അങ്ങനെ ഞാൻ കുറേ കാര്യങ്ങളെല്ലാം പറയുകയായിരുന്നു. ഇതിനിടയ്ക്ക് ഒരെണ്ണത്തിൻ്റെ കൈയിരുന്നത് അത് എൻ്റെ മുമ്പ് വലിച്ചങ്ങ് ചൂപ്പിക്കും. അതിനിട്ടൊരു കൊട്ടും കൊടുത്ത് ആ കാര്യം ഇന്ന് ഓർക്കുകയാണ്. എങ്കിലും നമ്മുടെ വീട്ടിൽ ചെറുമക്കൾ നിൽക്കുമ്പോൾ മാക്സിമം നമ്മൾ സുരക്ഷിതമായിട്ട് അവരെ നോക്കുന്നുണ്ട്. അപ്പം എന്തെങ്കിലും രീതിയിൽ അവർക്കൊന്നിനും ഒരു കുറവ് വരുത്തിയിട്ടില്ല. സമാധാന സന്തോഷമാണ്. മുത്തച്ഛൻ എന്നുള്ള രീതിയിൽ എനിക്ക് ഒത്തിരി ദൈവാനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്. ദൈവത്തോടെ നിന്നതുകൊണ്ടാണ് ഇത്രയും ഒരു അനുഗ്രഹം എനിക്ക് കിട്ടിയത്. അത് എനിക്ക് മാത്രമേ അറിയാവൂ. സന്ധ്യാപ്രാർത്ഥനകളിൽ മിക്കവാറും 1-2 മക്കളെൻ്റെ കൂടെ വീട്ടിൽ കാണും. കാരണം അവർ ജോലിക്കൊക്കെ പോയിട്ട് വരുമ്പോൾ ലേറ്റാവും. പക്ഷെ ആകുന്നത്തെ രീതിയിൽ അവർ പഠിക്കാൻ വേണ്ടി ബൈബിളും കാര്യമൊക്കെ വായന ഞാൻ നേരത്തെ ബൈബിളിനെ എടുത്ത് കൊടുക്കും. അവർക്കറിയത്തക്ക രീതിയിൽ അവർ വായിക്കും, പ്രാർത്ഥിക്കും. അങ്ങനെ മാതൃപരമായിട്ട് നമുക്കറിയാം മുത്തച്ഛൻ എന്നുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി വിശ്വാസത്തിൽ കൂടുതൽ വളർത്തിയെടുക്കുവാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. വളരെ താങ്ക്സ്.